ഹജ്ജ് കർമ്മം ഇന്ന് ആരംഭിക്കുകയാണ്. പവിത്രമായ ബലിപെരുന്നാൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. ഓരോ ഹജ്ജ് കർമ്മവും പെരുന്നാളും ബലികർമ്മങ്ങളുമെല്ലാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിലൂടെയാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മളെ ഉത്ബോധിപ്പിച്ച, മാതൃകയാക്കാൻ വേണ്ടി നിർദ്ദേശിച്ച പ്രവാചകൻ ആണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പല തവണകളായി കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം നടത്തുന്ന മനോഹരമായ ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിലെ വളരെ സുപ്രധാനമായ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ആശയത്തോടൊപ്പം അത് നമ്മളും നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവുക കൂടി വേണം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, നമ്മൾ പലപ്പോഴും ചൊല്ലുന്നതുമാണ്. അള്ളാഹുവിനോട് അദ്ദേഹം നടത്തുകയാണ്, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നീ എന്നെ അപമാനിതനാക്കല്ലേ നാഥ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, പണമോ മക്കളോ ഒരു ഉപകാരവും ചെയ്യാത്തതാണ് പരലോകം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിനക്ക് കീഴ്പ്പെട്ട ഖൽബുൻ സലീമായി വരുന്നവന് മാത്രമേ ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനകളിലെ വളരെ മനോഹരവും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതും നമ്മൾ നിത്യമായി പതിവായി ചൊല്ലേണ്ടതുമായ പ്രാർത്ഥനയാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. 3 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഒന്നാമത്തെ കാര്യം, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ, നീ എന്നെ പരലോകത്ത് വെച്ച് അപമാനിക്കല്ലേ നാഥ. സഹോദരങ്ങളെ, എന്താണ് ആ സന്ദേശം എന്നറിയോ? നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. കുടുംബക്കാരെന്നുണ്ടാകും, കൂട്ടുകാരെന്നുണ്ടാവും, മഹല്ലെന്നുണ്ടാകും, നമ്മളുമായി ബന്ധപ്പെട്ട കച്ചവട സ്ഥാപനത്തുനിന്നോ സ്റ്റാഫിന്നോ ഒക്കെ ഉണ്ടാകും. അതിൽ തന്നെ സന്തോഷമുണ്ടാകുന്നതും അപമാനമുണ്ടാകുന്നതുമായ അനുഭവം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്, മൂത്തമ്മ അന്ന് പറഞ്ഞ വാക്കിന്റെ മനസ്സിന്ന് പോയിട്ടില്ല, അത്ര ഇന്നത് ബാധിച്ചിട്ടുണ്ട്, അത്ര മാനക്കേടാണ് എനിക്ക് ഉണ്ടാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുന്ന വാക്കാണ്, എന്റെ കുട്ടി ആളുകൾക്കിടയിൽ വെച്ച് എന്നോട് ബാപ്പയായ എന്നോട് പറഞ്ഞ ആ വാക്ക് വല്ലാത്ത വഷളത്തരാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. മൂത്തോൻ എന്നോട് ചെയ്തത്, അയൽവാസി എന്നോട് ചെയ്തത്, ഞാൻ എന്റെ ജീവിതത്തിൽ ആദരവോടുകൂടി കണ്ട അദ്ദേഹം എന്നെ പറഞ്ഞത് എനിക്കുണ്ടാക്കിയ മാനക്കേട്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അപമാനങ്ങളാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ അപമാനം എന്താണ്? എന്റെ കുട്ടി ചാടിപ്പോകുന്നതാണോ? അല്ല, അത് അപമാനം തന്നെയാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ അപമാനം അല്ല. ഞാൻ സാമ്പത്തികമായി ഉയർന്നിടത്ത് നിന്ന് ഏതെങ്കിലും ഒരു കച്ചവടം വഴി താഴേക്ക് വന്ന് ഞാൻ അവസാനം ഒന്നുമില്ലാത്തവനായി ഉള്ള പണം നുള്ളിപ്പൊറുക്കി ഗൾഫിൽ പോയി ഈ കടം വീട്ടുന്നൊരവസ്ഥ എന്റെ ജീവിതത്തിൽ വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന അപ്പുറമാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ അപമാനം അതാണോ? അല്ല എന്നത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയണം. പിന്നെ ഏതാണ്? കോടാനുകോടി മനുഷ്യർക്കിടയിൽ വെച്ച് നമ്മുടെ പേര് അള്ളാഹു വിളിച്ച് നീ നരകത്തിലേക്കാണ്,
നിനക്ക് ഞാൻ തന്ന ജീവിതം നീ നഷ്ടപ്പെടുത്തി എന്ന് നമ്മളോട് പരലോകത്ത് വെച്ച് പറയുന്ന ആ വാചകമുണ്ടല്ലോ. ഇസ്ലാം എന്ന സുന്ദരമായി ദീന് നൽകിയിട്ടും നീ സ്വർഗം നഷ്ടപ്പെടുത്തി എന്ന് നമ്മുടെ മുഖത്തു നോക്കി അള്ളാഹു നേർക്കുനേരെ പറയുന്ന രംഗുണ്ടല്ലോ. തിരിച്ചു വരാൻ കഴിയാത്ത വിധം അപമാനത്തിന്റെ മേൽ അപമാനിതനായി കൈകൾ വായിലേക്ക് തിരുകി നഖം കടിച്ച് വെപ്രാളപ്പെട്ട് അട്ടഹസിച്ച് ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് ബോധ്യപ്പെട്ട് കണ്ണുനീരോടുകൂടി നാഥന്റെ മുന്നിൽ കൈകൾ കൂപ്പി ദയനീയമായി നിൽക്കുന്ന ആ രംഗുണ്ടല്ലോ. അതിനേക്കാളും വലിയ അപമാനം ലോകത്തൊന്നുമില്ല. അതിനേക്കാളും വലിയൊരു അപമാനം ഈ ലോകത്തിന് ഒന്നുമില്ല. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ ബോധ്യപ്പെടുത്താൻ, മുസ്ലിമീങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ അപമാനം നമ്മുടെ പാർട്ടി തോൽക്കുന്നതല്ല, അല്ല നമ്മുടെ സമ്പത്ത് നശിക്കണതല്ല. അതൊക്കെ മാനക്കേടുണ്ടാക്കും. പക്ഷേ ഏറ്റവും വലിയ അപമാനം നമ്മൾ പരലോകം നമ്മൾക്ക് നഷ്ടപ്പെടുക, സ്വർഗം നഷ്ടപ്പെടുക എന്നതാണ്. ഇതാണ് ഒന്നാമത്തെ സന്ദേശം. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഈ പെരുന്നാൾ കൊണ്ടും ഹജ്ജ് കൊണ്ടും ബലി കൊണ്ടും നമ്മൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. പരലോകത്ത് അപമാനിതനാകുന്ന ഒരു പ്രവർത്തനം ആര് പറഞ്ഞാലും ഞാൻ ചെയ്യൂല. ദുനിയാവിൽ അതിനുവേണ്ടി ആര് കുറ്റം പറഞ്ഞാലും പരലോകത്ത് വശലാകുന്ന ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല എന്നെനിക്ക് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥന ജീവിതത്തിൽ ബാധിക്കുക. രണ്ടാമത്തൊരു കാര്യം, രണ്ടാമത്തത് വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. പരലോകം എന്താണ് എന്ന് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയിലുണ്ട്. പരലോകം എന്താണ്? നമ്മുടെ കാൽപ്പനികതയ്ക്ക് അപ്പുറത്താണ് പരലോകം. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതിന്റെ അപ്പുറത്താണ് പരലോകം. സഹോദരങ്ങളെ, എന്താണ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയിൽ അറിയോ? ഇപ്പൊ നമുക്ക് ദുനിയാവിലൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം ഒഴിവാകണമെങ്കിൽ ദുനിയാവിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരുപാട് സംവിധാനമുണ്ട്. ഞാൻ അത്യാവശ്യം നല്ലൊരു സാമ്പത്തികമായ സുസ്ഥിരതയിലേക്ക് എത്തിയാൽ ദുനിയാവിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും കള്ളവും ചതിയൊക്കെ കൂട്ടി ചെയ്താൽ കുറെ കാര്യം എനിക്ക് ആ പൈസ കൊണ്ട് പരിഹരിക്കാൻ കഴിയും. എനിക്ക് അധികാരം കൂടി കിട്ടുകയാണെങ്കിൽ എന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്കെന്നെ തീർപ്പാക്കാൻ കഴിയും. ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലും കൂടിയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ദുനിയാവിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പണം കൊണ്ടും അധികാരം കൊണ്ടും തറവാട്ട് മഹിമ കൊണ്ടും ഈ ദുനിയാവിലെ പല കാര്യങ്ങളും നേടിയെടുക്കാനും എന്റെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും എനിക്ക് തടുക്കാനും ഈ പറഞ്ഞത് കൊണ്ടൊക്കെ കഴിയും. നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അള്ളാഹുവിന്റെ വാക്കെന്തറിയോ? പരലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരൊറ്റ കാര്യവും പരിഗണിക്കാത്ത ലോകമാണ് പരലോകം. ദുനിയാവിൽ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരുക്കി വെക്കുന്നത് എന്താണോ അതിന് അരപ്പൈസന്റെ വിലയില്ലാത്ത ലോകമാണ് പരലോകം. ഇതാണ് പരലോകത്തെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി. നമ്മുടെ വലിപ്പോ, നമ്മുടെ ഉയരോ, നമ്മുടെ പൈസ, നമ്മുടെ തറവാടോ, നമ്മുടെ ജോലിയോ, നമ്മുടെ കുട്ടിയാളോ, ഇതൊന്നും പരലോകത്ത് വിഷയമേ അല്ല. പിന്നെ എന്ത് മാത്രം അല്ലാഹു പരിഗണിക്കാറിയോ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോണ സമയത്ത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഹൃദയവുമായി ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ രക്ഷണ്ട്. ഇല്ലേ, നമ്മളുടെ പരലോകം നമ്മൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതാണ് ആ പ്രയോഗം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവെ, എനിക്കറിയാം നീ എന്നെ പരിഗണിക്കണമെങ്കിൽ, എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഞാൻ നിനക്ക് കീഴ്പ്പെടുന്ന നല്ല ഹൃദയവുമായി തൗഹീദുള്ള, ശിർക്ക് കലരാത്ത ആരാധനകൾ അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുന്ന, അള്ളാഹ് പറയുന്ന ഹറാമുകളെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കി അള്ളാഹു നിർദ്ദേശിക്കുന്ന ഫർളുകളെ ആര് കളിയാക്കിയാലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുകയും ചെയ്യുന്ന, പടച്ചവനിഷ്ടപ്പെട്ട ഖൽബുൻ സലീമായി വരുന്നവന് മാത്രം പരിഗണന നൽകുന്ന ലോകമാണ് പരലോകം. നിങ്ങൾ ഖുർആനിലെ ഏതായത്തും പ്രവാചകന്റെ ഏത് വാക്കെടുത്ത് പരിശോധിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ വാക്കുണ്ട്, ലാ യസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അനിൽ അർബഅ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാതെ അള്ളാഹു നാളെ പരലോകത്തുനിന്ന് ഒരു കാല് മുന്നോട്ടെടുത്തു വെക്കാൻ സമ്മതിക്കൂല. കോടിക്കണക്കിന്, ഇന്ന് ലോകത്ത് ഏകദേശം 183 കോടി മനുഷ്യർ ഏകദേശം ഉണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള കോടാനുകോടി മനുഷ്യരിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തുനിന്ന് ഒരൊറ്റ മനുഷ്യനെ 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരു കാല് മുന്നോട്ടെടുത്തു വെക്കാൻ അല്ലാഹ് സമ്മതിക്കൂല. പരലോകത്ത് അവിടെ അല്ലാഹു കാല് മുന്നോട്ടെടുത്തു വെക്കാൻ സമ്മതിക്കുന്നത് ആരെയാണ്? ഖൽബുൻ സലീമായി വരുന്നവനെ മാത്രം. അല്ലാഹുവിൽ കീഴ്പ്പെട്ട് ഹൃദയവുമായി പരലോകത്ത് വരുന്നവരെ മാത്രം. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് മനുഷ്യർ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോ പ്രവാചകന്റെ ഹദീസ് നമ്മൾക്കറിയില്ലേ? പ്രവാചകൻ പറഞ്ഞു, ലാ ദില്ല ഇല്ലാ ദില്ലഹു, അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലും ലഭിക്കാത്ത ലോകത്ത് അല്ലാഹു 7 മറ്റു ചില ഹദീസുകളിൽ മറ്റു ചില എണ്ണങ്ങൾ സൂചിപ്പിച്ചു. ചില ആളുകൾക്ക് അല്ലാഹു തണലിട്ട് കൊടുക്കും. എന്താണ് അവരുടെ പ്രത്യേകത? ഒറ്റ പ്രത്യേകതയാണ്, അവർ അല്ലാഹുവിലേക്ക് ഖൽബുൻ സലീമായി വന്നു. പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവർ ജീവിച്ചു. വേറൊന്നുമില്ല, പടച്ചോൻ ഇഷ്ടപ്പെട്ടവരെ. അവർ പട്ടിണി കിടക്കുന്നവരാണ്, ധനാഢ്യരാണ്, രണ്ടും ആകാം. അംഗവൈകല്യമുള്ളവരാണ്, ശാരീരികമായി ക്ഷമതയുള്ളവരാണ്. അതൊന്നും വിഷയമല്ല പരലോകത്ത്. പരലോകത്ത് ഒറ്റ വിഷയമുള്ളൂ. ഒരേ മൗലവിന്റെ കുട്ടിയാണെങ്കിലും പാവപ്പെട്ടവന്റെ കുട്ടിയാണെങ്കിലും ബാപ്പയുള്ള മകനാണെങ്കിലും ബാപ്പ ആരാണ് എന്ന് അറിയപ്പെടാതെ കളിയാക്കൽ കേട്ട് ജീവിച്ചു വന്ന സാധുവായ കുട്ടിയാണെങ്കിലും നാട്ടിൽ ആളുകൾക്കിടയിൽ നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിലും ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണെങ്കിലും വിദ്യാഭ്യാസപരമായി വലിയ ഉന്നതിയിലെത്തിയ ആളാണെങ്കിലും സ്വന്തം പേര് പോലും മലയാളത്തിൽ പോലും എഴുതാൻ കഴിയാത്ത സാധുവായ ആണാകട്ടെ പെണ്ണാകട്ടെ ആരുമാകട്ടെ ആരാണെങ്കിലും അല്ലാഹ് പരിഗണിക്കുക ഒരൊറ്റ വിഷയാണ്, ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. പടച്ചോന്റെ മുന്നിക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ അവൻ അല്ലാഹ് പരിഗണിക്കും. 70,000 ആളുകളെ വിചാരണയില്ലാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. എന്താ ഒരു പ്രത്യേകത? ഖൽബുൻ സലീമായി മരിച്ചു വന്നു. വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ എന്താ പ്രത്യേകത? ഖൽബുൻ സലീമായി അവർ മരിച്ചു വന്നു. അള്ളാഹു നല്ല മരണം കൊടുക്കുന്നവരാരാണ്? ഖൽബുൻ സലീമായി മരിച്ചു വന്നവർ. നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം, പരലോകമെന്നത് ദുനിയാവിനെ പോലെ നമ്മുടെ ചിന്തകൾ കൊണ്ട് അളക്കുന്ന ഒരു കാര്യമല്ല. അല്ലാഹ് ഒരേ ഒരു വിഭാഗത്തെ പരിഗണിക്കുള്ളൂ. കാലുവെക്കാൻ, സംസാരിക്കാൻ, അള്ളാഹുവിനെ കാണാൻ, അമ്പിയാക്കന്മാരെ കൂടെ ജീവിക്കാൻ, സ്വർഗീയ അനുഭൂതികൾ നമ്മൾക്ക് നേടാൻ ഒറ്റ പരിഗണന, ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. തൗഹീദ് ഉണ്ടാകണം, ആരാധന ഉണ്ടാകണം, അല്ലാഹ് പറഞ്ഞ ബന്ധങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം, പരമാവധി ഹറാമുകളിൽ നിന്ന് മാറി അല്ലാഹ് പറഞ്ഞ ഫർളുകൾ നിർവഹിച്ച് ഈ ദുനിയാവെന്ന് പോകണം. ഇതാണ് ഖൽബുൻ സലീം ആകത്തുക. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് നിർത്തിയോ? നിർത്തിയില്ല. നമ്മളെ ബോധ്യപ്പെടുത്തിയ അല്ലാഹ് എന്തെന്നറിയോ? ചിന്തകളെ മുഴുവൻ അല്ലാഹു പൊളിച്ചെഴുതുകയാണ്. വിശ്വാസികളെ, മനുഷ്യരെ, ഈ ദുനിയാവുന്നൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു കാര്യം നേടിയെടുക്കാനും നമ്മൾ എന്തൊക്കെയാണോ കൂട്ടുപിടിക്കുന്നത് ആ ഓരോന്നിനെയും അല്ലാഹ് എണ്ണി പറഞ്ഞു. ഇത് പരലോകത്ത് ഉപകാരപ്പെടൂല. ധൈര്യത്തിലും സൂക്ഷ്മതയിലും ബോധ്യത്തിലും വേണം ദുനിയാവിൽ ജീവിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനം പൈസ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊരാൾ, നമ്മൾ അത്യാവശ്യം നല്ല നിലവാരത്തിൽ സമ്പത്തുണ്ടെങ്കിൽ ദുനിയാവിൽ ഒട്ടുമിക്ക പ്രശ്നവും അയാൾക്ക് പൈസ കൊണ്ട് മറികടക്കാൻ കഴിയും. അയാൾക്കെതിരെയുള്ള കേസ് പൈസ കൊണ്ട് ഒതുക്കാം, അയാൾക്കെതിരെയുള്ള സാക്ഷികളെ ഇങ്ങോട്ട് അനുകൂലമായി സാക്ഷിയാക്കാം, എഴുതാത്ത പരീക്ഷയ്ക്ക് PS-ന്റെ ലിസ്റ്റിൽ അയാൾക്ക് കയറാം, അയാൾക്ക് എതിരായ സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, അധികാരം പോലും അയാൾക്ക് അട്ടിമറിക്കാം. പൈസ ഉണ്ടോ? കഴിയും, ദുനിയാവ് കഴിയും. ഒട്ടുമിക്ക കാര്യം അള്ളാഹുവിന്റെ വാക്കെന്തറിയോ? പടച്ചോന്റെ വാക്ക്. പരലോകത്ത് അള്ളാന്റെ മുന്നിൽ നിൽക്കണേ, പണം പടച്ചോന്റെ മുന്നിൽ പറയാൻ കഴിയില്ല. പണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊണ്ട് സ്വർഗം നേടാനോ നരകത്തിൽ രക്ഷപ്പെടാനോ, ഞാൻ പൈസക്കാരനായിരുന്നു, നാട്ടിൽ അത്യാവശ്യം നിലമ്പലക്കുള്ള ആളായിരുന്നു എന്നത് പരലോകത്ത് അല്ലാഹ് പരിഗണിക്കുകയേയില്ല. അതുകൊണ്ടാണ് ഇന്നാലും ഉണ്ടാകോലോ എന്തൊക്കെ വിചാരിച്ച് എത്തിയവൻ പരലോകത്ത് പറഞ്ഞത്, മാ അഗ്ന അന്നി മാലിയ, പടച്ചോൻ എന്റെ പൈസ മുഴുവൻ നട്ടായല്ലോ. ഞാൻ കരുതി ഈ നാട്ടിൽ നിന്ന് കിട്ടിയ നിലവാരം പോലെ പടച്ചോൻ അവിടെ സാധുക്കളെ വേറെയും പൈസക്കാരെ വേറെയും മുതലാളിമാരെ വേറെയും അങ്ങനെയൊക്കെ നിർത്തുന്നാണ് ഞാനൊക്കെ വിചാരിച്ചത്. പടച്ചോനെ നട്ടായല്ലോ. പൈസ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിനെയോ നരകമോചനത്തിനെയോ പണക്കാരൻ എന്നത് അല്ലാഹ് പരിഗണിക്കൂല. രണ്ട് ദുനിയാവിൽ എന്താ അറിയോ? പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നമ്മൾ കാണുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കാണുന്നത് രണ്ട് കുടുംബ മഹിമയാണ്, അല്ലെങ്കിൽ അധികാരാണ്. രണ്ട് അധികാരാണ്.
അധികാരം നമുക്കറിയാം. ഒരാൾ അധികാരത്തിലും കൂടി വന്നാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അയാൾക്ക് ചെയ്യാൻ കഴിയും ദുനിയാവിൽ. ഇന്ത്യയുടെ ചരിത്രം വരെ എഴുതി മാറ്റിയത് അധികാരം വെച്ചിട്ടാണ്. ഒരാൾ അധികാരിയായാൽ അയാൾ അന്ന് വരെ പരിഗണിക്കാത്തവനെ തിരിച്ച് അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങും. അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് അയാൾ നിയമം മാറ്റി നേടിയെടുക്കും. അയാൾക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന ആളുകൾക്കെതിരെ നിയമമുണ്ടാക്കി ഉപദ്രവിക്കാൻ കഴിയും. എല്ലാം അധികാരം വെച്ച് ഈ ദുനിയാവിന് രാജാവായി ജീവിക്കാം. അള്ളാഹുവിന്റെ വാക്കെന്തറിയോ? ഹദീസാണ്. ആ ഹദീസ് നമ്മളൊന്ന് കേൾക്കണം. ഹദീസ്, പ്രവാചകന്റെ വാക്ക്, യത്വി അല്ലാഹു അസ്സമാവാതി യൗമുൽ ഖിയാമ. പരലോകത്തുനിന്ന് അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും. പരലോകത്ത് അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും. സുമ്മ യഅഖുദുഹുന്ന ബിയദിഹി അൽയുംന. എന്നിട്ട് വലത് കൈയിലേക്ക് അള്ളാഹു ചുരുട്ടിപ്പിടിച്ച ആകാശത്തെ കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹിന്റെ ചോദ്യം, സുമ്മ യഖൂൽ. എന്നിട്ട് അള്ളാഹു ഉറക്കെ ചോദിക്കും, അനൽ മലിക്. ഒന്നാമത്തെ വാക്കാട്ടോ, അനൽ മലിക്. പരലോകത്ത് ഞാനാണടാ രാജാവ്. മാലിക് യൗമിദ്ദീൻ, ഞാനാണ്, ഞാൻ മാത്രമാണ്. അടുത്ത വാക്കെന്താ അറിയോ? ഐനൽ ജബ്ബാറൂൻ വ ഐനൽ മുതകബ്ബിറൂൻ. എവിടെയടാ ദുനിയാവിൽ താൻ തോന്നിയായി ജീവിച്ചവൻ? എവിടെയടാ അധികാരം കിട്ടിയപ്പേ? എന്ത് നിസ്കാരം, എന്ത് പള്ളി, എന്ത് ഉളിഹിയത്ത്. ഇവിടെ കുറെ പള്ളി ഉണ്ടായിട്ട് വലിയ കാര്യ, കുറെ ഈദ്ഗാഹ് നടത്തിയിട്ട് വലിയ കാര്യ, ഉളിഹിയത്ത് കുറെ അർത്തിട്ട് വലിയ കാര്യ എന്ന് മദ്രസീന്ന് പഠിച്ച ഈമാൻ പോയിട്ടല്ല. അധികാരം കിട്ടിയപ്പോ നാട്ടുകാർക്ക് ഒപ്പിക്കാൻ വേണ്ടി കിട്ടിയ അധികാരത്തുമെന്ന് ദീനിനെ പുച്ഛിച്ചവൻ എവിടെ? അള്ളാഹു ചോദിക്കും, എവിടെ? ജോലി കിട്ടിയപ്പോഴേ, ജോലി കിട്ടും വരെ കുഴപ്പമില്ല. ജോലി കിട്ടിയതിനു ശേഷം പിന്നെ ഭർത്താവിനെ അനുസരിക്കലെന്നും അതൊക്കെ ആണുങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അവനാന്റെ സമ്പത്തിന്ന് ഇക്കാക്കാനോടും കൂടി ചർച്ച ചെയ്തിട്ടൊക്കെ ചെലവഴിക്കാൻ പറ്റുന്നത് ആണുങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇസ്ലാമിൽ ഹിജാബ് ധരിക്കണമെന്ന് ഖുർആനിൽ ആയത്തില്ല. കിബർ വന്നിട്ടേ പറയാൻ തുടങ്ങി. അല്ലാഹു ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ വ ഐനൽ മുതകബ്ബിറൂൻ. എവിടെ? ദുനിയാവുന്ന ബാക്കിയുള്ളവനെ പരിഹസിച്ച് അവനവന് കിട്ടാത്ത സ്ഥാനം വരെ അധികാരം കൊണ്ട് ചോദിച്ചു വാങ്ങി ഈ നാട്ടിൽ രാജാധികാരിയായി നടന്നവനൊക്കെ എവിടെ? എന്നിട്ട് അള്ളാഹു അടുത്ത വാക്കെന്തറിയോ? സുമ്മ യുത്വി അൽ അർളൈൻ സുമ്മ യഖുദുഹുന്ന ബിശിമാലിഹി. ഭൂമിയെ അള്ളാഹു രണ്ടു തവണകളായി, രണ്ട് ഭൂമി അള്ളാഹു ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. വീണ്ടും പറയും, അനൽ മലിക്, ഞാനാണടാ രാജാവ്. ഐനൽ ജബ്ബാറൂൻ വ ഐനൽ മുതകബ്ബിറൂൻ. എവിടെ? ദുനിയാവത്തുലൊക്കെ എവിടെ? നിങ്ങൾ എന്താ വിചാരിച്ച്? അല്ല പറയണ, എന്താ വിചാരിച്ച്? ഇവിടെ ഇങ്ങനെ വലിയ കാറും അതുകൊണ്ട് ചൂഷണം ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് കെട്ടിടവും അതിന്റെ വീടിന്റെ മുകളിൽ ഫുള്ള് അവനവൻ ഇഷ്ടപ്പെട്ട തോട്ടവും പുറത്തുനിന്ന് ഏതെങ്കിലും ഏക്കരൊക്കെ വാങ്ങിയിട്ട് ഇവിടെ രാജാധികാരനായി ഹക്കും ബാത്തിലും നോക്കാതെ ജീവിക്കുമ്പം അതന്നെയായിരിക്കും പരലോകത്തുണ്ടാകുക. പടച്ചോനെങ്ങനെ അവനവന്റെ പൈസയും കൊടുത്ത് അധികാരം കൊടുത്ത് വശത്താക്കാന്ന് വിചാരിച്ചവരൊക്കെ എവിടെ? അള്ള ബോധ്യപ്പെടുത്താ കൂട്ടരെ, ദുനിയാവെന്ന് പൈസ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല. മനസ്സിൽ എഴുതിയൊക്കെ ഞാനുങ്ങളും അധികാരമുണ്ട് എന്നുള്ളതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല. ദുനിയാവിൽ നമുക്ക് പലതും ചെയ്യാം, പരലോകത്ത് രക്ഷപ്പെടൂല. മൂന്നെന്താ അറിയോ? 3 കുടുംബം. എന്താ കുടുംബം? നബി കുടുംബത്തിലായ നരകം കിട്ടൂല. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകം കാക്കും മലക്ക് പറഞ്ഞു. അവർ എന്റെ ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ വന്നാൽ ഓന് നരകം കിട്ടൂല. ഞങ്ങളെ വാപ്പാരും ഞങ്ങളുടെ വല്യാപ്പാരും സ്ഥലം കൊടുത്തോലാണ്, പള്ളി ഉണ്ടാക്കിയവരാണ്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയവരാണ്, ആദർശ പ്രഖ്യാപനം നടത്തിയവരാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഞങ്ങൾ ഏതായാലും പഴച്ചു പോകൂല. ഖുർആന്റെ വാക്കെന്താ അറിയോ? ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളം മൂതപ്പെട്ടാൽ ഫലാ അൻസ്വാബ ബൈനഹും, പിന്നെ കുടുംബക്കാരില്ല, കുടുംബമില്ല പരലോകത്ത്. കുടുംബം ജീവിതത്തിൽ ഉപകാരപ്പെടൂല. യൗമഇദിൻ വലാ യതസാഅലൂൻ, കണ്ടാ മിണ്ടുക പോലുമില്ല. എന്നിട്ടല്ലേ ആ കുടുംബത്തിൽ ജനിച്ചാ സ്വർഗം ഉണ്ടാകും. ആ കുടുംബത്തിലേക്ക് പിന്നെ ഏകദേശം ഒരു പദവി ഉണ്ടാകും. ഓർക്ക് കുറച്ച് ചെയ്താൽ മതി. ഇവിടെ നാടന്മാർക്കാണ് കൂടുതൽ ചെയ്യേണ്ടത്. മൗലവിമാരുടെ കുടുംബത്തിന് അത്രയൊന്നും ചെയ്യേണ്ടതില്ല. ഓല് തങ്ങന്മാരുടെ കുടുംബമാണ്, ഓല് മുതലാളിമാരാണ്, ഓല് പാരമ്പര്യമുള്ളവരാണ്, ഇവര് പുതുപുത്തൻ മുസ്ലിമാണ്, ഇവര് ഒന്നുകൂടിയോലാണ്. വലായത്തസാലോൻ, മിണ്ടാൻ അള്ളാഹ് അനുവദിക്കൂല. കുടുംബ പാരമ്പര്യം പടച്ചോൻ പരിഗണിക്കൂല പരലോകത്ത്. നമുക്കറിയുന്ന ആയത്തില്ല സഹോദരങ്ങളെ. ഇതിനേക്കാളും ഇനി അള്ളാഹ് പറഞ്ഞുതരാൻ വേറെന്ത് വാക്കാണുള്ളത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മളോട് പറയാൻ, വഖ്ശൗ യൗമൻ, പരലോകത്ത് നിങ്ങൾ പേടിക്കണം. നമ്മളോട് പറയാൻ പേടിക്കണം. എന്തേ കാര്യം? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി
ഷൈഅൻ, ബാപ്പ മക്കൾക്കോ, മക്കള് ബാപ്പാക്കോ, ഭാര്യ ഭർത്താവിനോ, ഭർത്താവ് ഭാര്യക്കോ ഷൈഅൻ ഒരു ഉപകാരം പോലും ചെയ്യാത്ത ലോകമാണ് പരലോകം. കുട്ടിക്ക് വേണ്ടി ദുനിയാവുന്നേ കിഡ്നി മുറിച്ചു കൊടുത്ത ഉമ്മാനോട് അള്ള പറയാൻ, പരലോകത്ത് ഒരു നഖത്തിന്റെ വിരൽ പോലും കൊടുക്കാൻ പറ്റൂല, ഒരു വിരലിന്റെ നഖം പോലും കൊടുക്കാൻ പറ്റൂല. എടാ എന്റെ വാപ്പ എന്നൊരാൾ അങ്ങാടിന്ന് വിളിച്ചാൽ വാപ്പാനെ വിളിക്കണടാന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ചവനോട് പറയാൻ, ദുനിയാവുന്നേ സ്നേഹം ഉണ്ടാകുള്ളൂ. പരലോകത്ത് വാപ്പാനെ നരകത്തിലിട്ടാലും പടച്ചോനെ എനിക്ക് സ്വർഗം തരുമെന്ന് ചോദിക്കൂടാ. ഭർത്താവ് പറയാൻ, എനിക്കെന്തോ ഒരു നെഞ്ചുവേദന തുടങ്ങുന്നുണ്ട്, മരിക്കുന്ന തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും വായ പൊത്തിപ്പിടിച്ച്, ഇക്കാക്ക വേണ്ടാത്തതൊന്നും നിങ്ങൾ പറയരുതിട്ടോ എന്ന് പറഞ്ഞ ഭാര്യനോട് അള്ള പറയാൻ, പരലോകത്തെത്തിയാൽ കാക്കാനെ തിരിഞ്ഞു നോക്കൂലടി ഇക്കാക്ക, മറ്റൊരു സ്ത്രീയെ എനിക്ക് ജീവിതത്തിൽ കാണാൻ പോലും കഴിയില്ല, അത്രയും നീ എന്റെ ജീവിതത്തിൽ ആകർഷണീയതയും എന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച സഹോദരിയാണ് എന്ന് സ്വന്തം ഭാര്യയെക്കുറിച്ച് നന്മ പറഞ്ഞ് നമ്മോട് പറയാൻ തിരിഞ്ഞോക്കൂല. അല്ല കുടുംബ പാരമ്പര്യമോ തറവാടിത്തമോ വന്നുകൂടിയാലോ മുമ്പേയുള്ള കൗമോ പണ്ടക്കും പണ്ടേ ഈ തൗഹീദുള്ള ആൾക്കാരാണോ ഇപ്പൊ വന്നതാണ്, ഒന്നും അല്ല പരിഗണിക്കൂല. പൈസല്ല, അധികാരമില്ല, കുടുംബല്ല. നാലാമത്തെ എന്താ അറിയോ നിങ്ങളെ? നാലാമത്തെ പിന്നെ ദുനിയാവ് നമ്മൾ രക്ഷപ്പെടാൻ ചെയ്യേണ്ട എന്താ അറിയോ? നമ്മളിങ്ങനെ എന്തെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ രക്ഷപ്പെടും പലയിടത്തും. ഏതെങ്കിലും ഒരു സീറ്റ് കൈക്കൂലി എടുക്കുക, എവിടെയെങ്കിലും സംഗതി കൈക്കൂലി എടുത്ത് ഇങ്ങനെ രക്ഷപ്പെടുക, ജോലി, ബാക്കിയുള്ള കാര്യങ്ങൾ, അവനാന്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു റോഡ്, ഒരു കിണർ, ഏതെങ്കിലും ആടിനെ കിട്ടാനുള്ളത്, കോഴിനെ കിട്ടാനുള്ളത്, ഏതെങ്കിലും വകുപ്പ് കൈക്കൂലി എടുക്കുക, അത് വാങ്ങുക, എന്നിട്ട് ആ കൈക്കൂലി കൊണ്ട് ജീവിക്കുക. ഞാൻ വാങ്ങുന്ന ആളാണ്, ഞാൻ അതുകൊണ്ട് ജീവിക്കുക, ഞാൻ അതുകൊണ്ട് ഉദയത്തിന് ചേരുക, ഞാൻ അതുകൊണ്ട് പിതൃ സക്കാത്ത് കൊടുക്കുക, ഞാൻ അതുകൊണ്ട് ജീവിതത്തിന്റെ മാർഗം കാണുക, കൈക്കൂലി കൊണ്ട് ജീവിക്കാണ്. അള്ള പറയാൻ അങ്ങനെ ദുനിയാവിൽ പല കാര്യം നടക്കൂട്ടോ. ദുനിയാവിൽ അവനാന്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൈക്കൂലി കൊണ്ട് കിട്ടും. അള്ളാഹു പഠിപ്പിച്ചരാ, നമുക്ക് പഠിപ്പിച്ചരാൻ. വത്തഖൂ യൗമൻ, പരലോകത്തെ നമ്മൾ പേടിക്കണം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. കൈക്കൂലിയോ പ്രായശ്ചിത്തോ അല്ല. അവിടെ വന്നിട്ട് ശുപാർശ പറഞ്ഞാൽ അള്ളാഹ് കേറ്റൂല. നബി വന്നിട്ട് അല്ലാഹുവേ ഇതിന്റെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണ്, എന്റെ വഴി അയാളെന്ന് സ്വർഗത്ത് കാക്കാൻ പറ്റുമോ? മുണ്ടാൻ പറ്റൂല. ഇബ്രാഹിം നബി വാപ്പാനെ കൊണ്ടിട്ട്, അല്ലാഹുവേ ഞാൻ ഖലീലാണല്ലോ, ഇതിന്റെ വാപ്പയാണ്, ആസറാണ്, ഞാൻ നബിയാന്നുള്ള പരിഗണനയിൽ വാപ്പാന് പടച്ചോൻ കേറ്റൂല. ശുപാർശ അല്ല. ഇവിടെ നമ്മൾ ചെയ്യൂലേ, നമ്മുടെ ജോലിക്ക് വേണ്ടി ശുപാർശ കൊടുക്കും, നമ്മളെ ആളാണെന്ന് പറയും, നമ്മുടെ പാർട്ടിയാന്ന് പറയും, ദുനിയാവിൽ നടക്കും, കുഴപ്പമൊന്നുമില്ല, നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പരലോകത്ത് നബിമാർക്കോ അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ മുഅ്മിനീങ്ങൾക്കോ ശുപാർശയോ പ്രായശ്ചിത്തോ അല്ല. അവസാനിപ്പിക്കുന്ന ഖുർആൻ എങ്ങനെ അറിയോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട് ദുനിയാവിൽ ഓരോരോ കാര്യം എങ്ങനെ നേടറിയോ? ചുളിവ് കൂടെ അവനവന്റെ കാര്യം നേടുന്ന ചില ആൾക്കാരുണ്ട്. ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, പള്ളിക്കൊക്കെ വരും, തൗഹീദാണ് നമുക്ക് ഏറ്റവും പ്രധാനം, ഇങ്ങോട്ട് ഇവിടുന്ന് 4 കിലോ ഇറച്ചിയും കൊണ്ടുപോകും. അപ്പുറത്തോട്ട് പറയും തൗഹീദ് ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആ പള്ളിക്കും 4 കിലോ കിട്ടും, രണ്ടോടത്തും അവനാന്റെ കാര്യം കിട്ടും. ഈ പാർട്ടി പോകും, ഇന്റെ വാപ്പിയും വെല്ലിയാപ്പിക്കും ഇങ്ങക്കാ വോട്ട് ചെയ്തിന്, ഇങ്ങോട്ട് അവിടുന്ന് ഏതെങ്കിലും ശുപാർശ വാങ്ങും. ഈ പാർട്ടിക്ക് എന്നിട്ട് പറയും ഞാനും എന്റെ പെണ്ണുങ്ങളും നിങ്ങളപ്പാണ് ഇപ്രാവശ്യം കുത്തിയത്, ഇവിടുത്തെ ശുപാർശയും വാങ്ങും. BPL-ന്റെ കാർഡിലോട്ട് അവിടേക്ക് പോകും, എന്നിട്ട് ഏതെങ്കിലും വേറെ കാർഡും കൊണ്ട് ഇതിന്റെ കുടുംബം വഴിയാണ്, ഞങ്ങൾ പാവാണ്, അതിന്റെ ഔദാര്യം വാങ്ങും. ഇവിടെ ഇല്ലാത്തവന് വേണ്ടിയിട്ട് അവിടെയും വാദിക്കും. ഇങ്ങനെ ചുളിവുക്കൂടെ നൊലോളിക്കണ്ടോടത്ത് നൊലോളിച്ചിട്ടും ചിരിക്കണ്ടോടത്ത് ചിരിച്ചിട്ടും ഏതെങ്കിലും ആളെ പറ്റിക്കണ്ടോടത്ത് പറ്റിച്ചിട്ടും സങ്കടം പറയുമ്പം അറിയാതെ കണ്ണുനീര് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടും അങ്ങനെ പറ്റിച്ച് ചുളിവുക്കൂടെ കാര്യങ്ങൾ കഴിച്ചിലാക്കാൻ അല്ല പറയാൻ, പടച്ചോത് പറയാൻ. പരലോകം എന്ന് പറഞ്ഞാൽ ഇതീ കൂടെ ഔങ്ങി എവിടെയും പിടിതരാതെ, അവിടെയാണോന്ന് അറിയില്ല, ഇവിടെയാണെന്ന് അറിയില്ല, അവനാന്റെ കാര്യം കുട്ടിക്കുമെല്ലാം അവിടെ പോയിട്ട് ആ പാർട്ടി വഴി ജോലി ശരിയാക്കി, പെങ്ങക്ക് ഈ പാർട്ടി വഴി ഇവിടെ ജോലി ശരിയാക്കി, ഈ സംഘടനയിൽ പോയിട്ട് പെരകയറ്റി, ആ സംഘടനയിൽ പോയിട്ട് കിണറും കയറ്റി, ഗൾഫിലുള്ള ട്രിപ്പ് ആരും കേട്ടാ നിരീശ്വരവാദിന്റെ കൂട്ടുപിടിച്ചാണ്ട് ഗൾഫിലെ ജോലി ശരിയാക്കി ഔങ്ങി എങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അല്ല പറയാൻ ഔങ്ങല് ദുനിയാവ് നടക്കും, ശ്വാസം പോണത് വരെ നടക്കും. ഫയൗമഇദിൻ ലാ യൻഫഉൽ ലദീന വലമു മഅദിറതുഹും വലാഹും യുസ്തഅതബൂൻ. പടച്ചോൻ പരലോകത്ത് വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പം നമ്മളുടെ മഅദിറത്ത്, ഒഴിവ് കഴിവുകൾ, വളവത്തരങ്ങൾ,
പടച്ചോൻ പരിഗണിക്കൂല. ഖുർആനിലൊരു മനോഹരമായൊരു ഭാഗം കൂടി പറയുന്നുണ്ട്. എന്താ അറിയോ? ഈ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞിങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാത്തിനും ന്യായം പറഞ്ഞിട്ട് അവരെ പരലോകത്ത് കൊണ്ടുവരുന്ന രംഗണ്ട് ഖുർആനിൽ. വായിക്കേണ്ടതാ ശരിക്ക്. നമ്മുടെ എല്ലാ എന്റെതടക്കം മുഴുവൻ ആൾക്കാരുടെയും നാവ് സ്റ്റാപ്പറിട്ടടിക്കുന്ന രൂപത്തിൽ അള്ളാന്റെ വാക്ക്. പരലോകത്ത് അള്ളാഹു ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരാൻ, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് ദീൻ അറിഞ്ഞിട്ടും അവർക്കൊപ്പിച്ച് ജീവിച്ച് നരകത്തിലേക്ക് എത്തിപ്പെടാൻ നിൽക്കുന്ന ആൾക്കാർ അള്ളാഹ് കൊണ്ടുവരികയാണ്. ഖാലു, എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, ഫീമ കുൻതും, നിങ്ങൾ എന്തേടാ ഓലെപ്പോലെയായത്? നിങ്ങൾ ദീന് കിട്ടിയതല്ലേ, നിങ്ങൾക്ക് തൗഹീദ് എന്താ അറിയില്ലേ, നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണ്ടല്ലേ, നിങ്ങൾ എന്തേ ബാക്കിയുള്ള പോലെ പോലെയായത്? അപ്പൊ നേക്കില് ദുനിയാവ് പറഞ്ഞ പോലെ നേക്ക് പറയാൻ എന്തോ ഓളിച്ചു പറയാൻ, കുന്നാ മുസ്തദഅഫീന ഫിൽ അർളി, പടച്ചോനെ ഞങ്ങൾക്ക് ദീനിയായിട്ട് ജീവിക്കണം എന്നുണ്ടേനി, ഞങ്ങളെ വാപ്പയും വല്യാപ്പയൊക്കെ പള്ളി കയറ്റിയോലായിരുന്നു, ഞങ്ങളെ മക്കളൊക്കെ ഖുർആൻ പഠിച്ചോലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ മാത്രം പടച്ചോനെ ഈ തൗഹീദുള്ളവരായത്. ഞങ്ങൾ ആ ദീനനുസരിച്ച് ജീവിച്ചാൽ ഒറ്റപ്പെടൂലേ, ഞങ്ങളെ ആഘോഷത്തിൽ പങ്കെടുക്കാഞ്ഞാൽ ഒറ്റപ്പെടൂലേ, നമ്മളെ തെറ്റാന്ന് മാന്യായിട്ട് പറഞ്ഞാലും നമ്മളെ തീവ്രവാദിയാന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ, നമ്മളെ കല്യാണം അങ്ങനെ നടത്തിയാൽ, നമ്മൾ നിക്കാഹ് അങ്ങനെ നടത്തിയാൽ ഓര് നമ്മളെ പറ്റി കുറ്റം പറയില്ലേ, നമ്മളെ പുറമ്പോക്കാന്ന് പറയില്ലേ. നാട്ടുകാരോട് പറഞ്ഞ അതേ വാക്ക് അള്ളാഹിനോട് പറഞ്ഞു. പറയുന്ന ആള് പറഞ്ഞു, അള്ളാഹുവിന്റെ വാക്ക് എന്താണ്? അങ്ങനെയാണ് ഈ മഹ്മൂദ് എനിക്ക് കുഴപ്പമില്ലട്ടോ, ഈ ഇടങ്ങേറായി ദീനിയായിട്ട് ജീവിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ ഫാത്തിമ കുഴപ്പമില്ലട്ടോ, ഈ ഇടങ്ങേറായിട്ട് വെല്ലിമ്മി എളാമി മരോൾ എല്ലാരും കൂടി ഇറക്കി അവിടെ എന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അപ്പം വേണം കുറച്ചൊക്കെ ബിരിയാത്തിന്റെ ചോറുന്ന, അപ്പ ശിർക്കിന്റെ ചോറുന്ന, വേണമെങ്കിൽ അത് കുറച്ച് തിന്ന. അള്ളാന്റെ വാക്ക് എന്താ അറിയോ? ഖാലു അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, എടാ 12 സെന്റ് ഇവിടെ വിറ്റിട്ട് അവിടെ എനിക്ക് കിട്ടൂലേനിയോ? തൗഹീദുള്ളോടത്തും കിട്ടൂലേനിയോ? ഭൂമി വിശാലമല്ലായിരുന്നോ? നീ എന്തേടാ അവിടെ പോയി ജീവിക്കാഞ്ഞത്? കുട്ടിക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയോ ഏതെങ്കിലും ഒരു ജോലിയോ പുറത്താണെങ്കിൽ അവിടേക്ക് പോകാൻ നീ നാട്ടിൽ നിന്ന് പോകുമല്ലോ, ജോലിക്ക് പോകുമല്ലോ, അവനവന്റെ നാട്ടിൽ രോഗം പടർന്നു എന്ന് പറഞ്ഞാൽ പോകുമല്ലോ, ഇവിടെയുള്ള വെള്ളത്തിന് മാലിന്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലം വിറ്റു പോകുമല്ലോ. ദീന് പറയുമ്പം മാത്രം ദീനിന് വേണ്ടി അങ്ങോട്ട് പോകെ, ദീനിന്റെ അടുത്തേക്ക് പോയി കൂടായിരുന്നോ? എന്നിട്ട് അള്ളാന്റെ വാക്ക് എന്താ? ഇഖ്സൗ ഫീഹാ, ന്യായവും വളവും ദുനിയാവെന്ന് തീർന്നു, ശ്വാസം പോയി, ഇനി കയ്യും കാലും സംസാരിച്ചു തുടങ്ങും, നീ എന്തോണ്ടാ പോകാഞ്ഞത്? ഇത് എന്നോടും നിങ്ങളോട് അള്ളാഹ് പറയണം. പരലോകം എന്ന് പറഞ്ഞ എന്താ അറിയോ? അള്ളാന്റെ മുന്നിൽ ഇങ്ങനെ പച്ചക്ക് നിൽക്കുക, എന്നിട്ട് അള്ളാഹു സ്വർഗവും നരകവും തീരുമാനിക്കുക. ഒറ്റ മാനദണ്ഡമുള്ളൂ. മൗലവിയുടെ പരമ്പരയാണോ, പരിഗണനല്ല, പൈസ ഉണ്ടോ, ഒന്നുമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവനായി മരിച്ചു വന്നോ എങ്കിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സ്വാധീനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പടച്ചോ നമ്മളെ പരിഗണിക്കും. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലാണ്, തൊട്ടടുത്താണ് കെട്ടിടത്തിന് തീ പിടിച്ച് മരിച്ചത്. നമ്മുടെ കേരളീയരടക്കം എത്രയോ ആളുകൾ മരിച്ചു. ആ മരിച്ചവരിൽ ചെറുപ്രായത്തിലുള്ള ആൾക്കാരില്ലേ, അവരുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടില്ലേ? ഏതാണ് ആ മാനദണ്ഡം? അവരെ കടം വീട്ടിയിട്ടാണ് ദുനിയാവെന്ന് പോയത്, അവർ കടം വീട്ടാതെയാണ് പോയത്. ഇത് അവരെ പരിഗണിക്കോ? നീയത്തനുസരിച്ച് പരിഗണിക്കും. പക്ഷേ ഓൾക്ക് വീട് നാട്ടിൽ കയറ്റിയാലും കയറ്റിയിട്ടില്ലെങ്കിലും അവർ ഖൽബുൻ സലീമായിട്ടാണ് അള്ളാനെ കണ്ടുമുട്ടിയത്, അവർക്ക് സ്വർഗം ഉണ്ടാകും. കല്യാണത്തിന്റെ തലേന്നാണ് കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണ്ടി പോകുന്ന 3 ചങ്ങാതിമാർ, 4 ആളുകൾ സഞ്ചരിച്ച വാഹനം കീഴ്മേൽ മറിഞ്ഞ് 3 യുവാക്കൾ മരിച്ച്. മൂത്തവന്റെ പ്രായം 30 വയസ്സാണ്. 24, 27, 30 വയസ്സുള്ള 3 യുവാക്കൾ ദുനിയാവെന്ന് കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. അവരല്ലാണ്ട് എന്താ പടച്ചോനെ അവനെ കുറിച്ച് എന്താ പരിഗണിക്കുക? അവർ ഈ പ്രായത്തിൽ ദീനിയായിട്ടുണ്ടോ? അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. അല്ല, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാകാന്നാണ് അവരെ നീയത്തെങ്കിൽ പടച്ചവൻ അതിനനുസരിച്ച് പരിഗണിക്കും. സ്വന്തം വിവാഹത്തിന്റെ അന്ന് തീപ്പൊള്ളലേറ്റ് മരിച്ച സഹോദരിയെ കുറിച്ച്, മുസ്ലിം സഹോദരിയെ കുറിച്ച് കഴിഞ്ഞ മാസം പത്രത്തിൽ വായിച്ച്, സ്വന്തം കല്യാണത്തിന്റെ അന്ന് തീപ്പൊള്ളലേറ്റ് മരിച്ചു. ആ സഹോദരി പടച്ചോന്റെ പക്കലേക്ക് മുസ്ലിമാണ് പോയി. അള്ളാഹ് പരിഗണിക്കൂല? പരിഗണിക്കും. ഖൽബുൻ സലീമായി വന്നിട്ടുണ്ടോ? പരിഗണിക്കും. ഖൽബുൻ സലീമല്ലേ? 10,000 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചാലും 50,000 ആളുകൾ പുകഴ്ത്തിയാലും ഖൽബുൻ സലീമല്ലേ? അള്ളാഹ് പരിഗണിക്കൂല. സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. വലാ തുഖ്സിനി യൗമ യുബ്അതൂൻ. പടച്ചോനെ, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും പരലോകത്ത് നീ എന്നെ അപമാനിക്കല്ലേ നാഥ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ.
സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ മക്കളെ കൊണ്ടോ ഒന്നുകൊണ്ടും ഒരു ഉപകാരം പരലോകത്തുണ്ടാകൂല. ഒറ്റ ഉപകാരമേ ഉണ്ടാകുള്ളൂ. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിനക്ക് കീഴ്പ്പെട്ട തൗഹീദുള്ള ദീനിയായ ഹറാമിൽ നിന്ന് പരമാവധി മാറി നിൽക്കുന്ന ഫർളായ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ഒരു ഹൃദയവുമായി ജീവിച്ചു ചെന്നാൽ നീ നൽകുന്ന സ്വർഗം നീ എനിക്ക് നൽകണമേ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയായിരിക്കും നമ്മുടെ പെരുന്നാൾ. നമ്മുടെ കാലാവസ്ഥ പരിഗണിച്ച് നമ്മുടെ പള്ളിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ പള്ളിയിൽ 7 മണിക്കാണ് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരം നമ്മൾ കണ്ടിട്ടുള്ളത്. പരമാവധി നേരത്തെ എല്ലാവരും എത്തുക, സഹോദരിമാരടക്കം എല്ലാവരും, മക്കളും ഒക്കെ 7 മണിയാകുമ്പോൾ തന്നെ പരമാവധി നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾക്കതിന് ശേഷം ഉളുഹിയത്ത് കർമ്മമുണ്ട്. ആ ഉളുഹിയത്ത് കർമ്മവും ഒക്കെ നടന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാവരും ഫ്രീ ആകണമെങ്കിൽ നമ്മുടെ ഈദ്ഗാഹ് വൈകാതെ, നമ്മുടെ പെരുന്നാൾ നമസ്കാരം വൈകാതെ നടക്കണം. പരമാവധി തക്ബീറുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് പള്ളിയിലേക്ക് നമ്മൾ വരണം. രണ്ടാമത്തേത് അറഫ നോമ്പാണ്. ദുൽഹിജ്ജ 9 നമ്മൾ അറഫ നോമ്പെടുക്കും. എല്ലാവരും ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യുന്നതാണ്. എങ്കിൽ പോലും നമ്മുടെ പ്രായപൂർത്തിയായ മക്കളെ കൊണ്ടൊക്കെ നമ്മൾ നോമ്പെടുപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വരാനുള്ള ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങളും ആ എടുക്കുന്ന ഏതാനും മണിക്കൂറിൻ്റെ നോമ്പുകൾ കൊണ്ട് അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുമെന്നാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നോമ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിലെ എല്ലാവരും പരമാവധി അറഫ നോമ്പ് എടുക്കുവാൻ വേണ്ടി നിയ്യത്തുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, പെരുന്നാൾ നമ്മൾക്കറിയാവുന്നതുപോലെ കഴിവിൻ്റെ പരമാവധി ആളുകൾ ചെറിയ രൂപത്തിലെങ്കിലും പുതുവസ്ത്രങ്ങൾ ധരിക്കണം. അത് സുന്നത്തായതുകൊണ്ട് അങ്ങനെ പറയണം, പുതുവസ്ത്രങ്ങൾ ധരിക്കണം. നമ്മുടെ നാട്ടിൽ ചെറിയൊരു ചിന്താകരമായൊരു സംഗതി ഉണ്ട്. അത് വീട്ടിലെന്തെങ്കിലും മരണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസമൊക്കെ നടന്നതിന് ഒരു മരണത്തിന് ശേഷം ഒരു പെരുന്നാൾ വരികയാണെങ്കിൽ നമ്മൾ ആളുകൾ പൊതുവെ സ്വീകരിച്ചൊരു സംഗതി, ഒരു മരണത്തിന് ശേഷം നടക്കുന്ന പെരുന്നാളല്ലേ, അതിൽ നമുക്ക് അങ്ങനെ ഒരു പുതുവസ്ത്രം. അതൊക്കെ ഒരു അബദ്ധമായ ധാരണയാണ്. അബദ്ധമായ ധാരണ എന്ന് പറഞ്ഞാൽ തെറ്റായ ധാരണ. അതൊക്കെ പുതിയൊരു സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരും. മറിച്ച് ഇസ്ലാമികമായി പെരുന്നാൾ എന്നുള്ളത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കുമുള്ളൊരു ആരാധനാപരമായ ആഘോഷമാണ്. ഒന്നുകൂടി പറയാണ്, ആരാധനാപരമായ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് പറ്റുന്നവർ പുതുവസ്ത്രം ധരിക്കണം. നമ്മുടെ കൂടെയുള്ള പാവപ്പെട്ടവർക്കുണ്ടോ നമ്മൾ അന്വേഷിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ അവർക്കും വസ്ത്രമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യണം. ബലിപെരുന്നാളിനും ഭക്ഷണം കഴിക്കാതെ പള്ളിയിലേക്ക് വരലാണ് സുന്നത്ത്. കഴിക്കുന്നത് തെറ്റല്ല, സുന്നത്താണ്. ചെറിയ പെരുന്നാളിന് അല്പഭക്ഷണം കഴിച്ച് വരിക എന്നത് സുന്നത്തായതുപോലെ ബലിപെരുന്നാളിന് എന്ത് കഴിക്കാതെ ഈദ്ഗാ പള്ളിയിലേക്ക് വരിക എന്നതാണ് സുന്നത്ത്. കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല. യുവാക്കളോടടക്കം ഉളുഹിയത്ത് എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ പ്രതിഫലാർഹമായ കാര്യമാണ്. അതിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടിക്കൊടുക്കണം. ചിലപ്പോൾ നമ്മൾക്ക് ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല, എങ്കിലും ബാക്കിയുള്ള കാര്യത്തിൽ നമുക്ക് ചേരണം. അപ്പോൾ അള്ളാഹിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അടുത്ത വർഷം ചേരാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഈമാനും നമ്മുടെ ഇഖ്ലാസും അള്ളാഹു നമ്മളിൽ നിന്ന് കാണും. എല്ലാ നന്മകളിലും നമ്മൾ കൂടെ ഉണ്ടാകുക, ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും നമ്മൾ കൂടെ. സഹോദരിമാരടക്കം വൈകാതെ പള്ളിയിലേക്ക് എത്തുവാനുള്ള ശ്രമം ഉണ്ടാകുക, തക്ബീർ ധ്വനികൾ മുഴക്കുക, മക്കളെയും പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർത്ത് അവർക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പം ബാപ്പ എന്നുള്ള നിലക്ക്, ഉമ്മ എന്നുള്ള നിലക്ക് നമ്മുടെ തക്ബീർ ധ്വനികളോടുകൂടി അവരെ വാഹനത്തിൽ കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ. റഹ്മാനെ, കത്തിയാള് നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ,
അള്ളാഹുവേ, ആരാരും തുണയില്ലാത്ത പരലോകത്ത്, സ്വന്തം അമലുകൾ കൊണ്ട് മാത്രം അള്ളാഹു പരിഗണിക്കുന്ന പരലോകത്ത് ഖൽബുൻ സലീമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഖൽബുൻ സലീമായി ജീവിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന മുഴുവൻ പൈശാചികമായ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള തൗഫീഖും ഈമാനും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ ജീവിതത്തിൽ സഹായിച്ചവർ, ഞങ്ങളെ ചെറുപ്പത്തിൽ നോക്കിയവർ, നാഥാ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുടെ നാഥ, ജോലി സംബന്ധമായും മാനസികമായി ടെൻഷനുകളായും ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ, നീ ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത ധീര മുവഹിദുകളായി ഖൽബുൻ സലീമിന്റെ ഉടമകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ